നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഗസയുടെ നിയന്ത്രണം സ്വന്തമാക്കാനുള്ള ഇസ്രയേലിന്റെ ഗസ പ്ലാനെതിരെ ലോകമാസകലം പ്രതിഷേധമുയരുന്നു. ബ്രിട്ടന് മുന്നറിയിപ്പുമായിട്ട് ഇസ്രയേൽ. ആദ്യത്തെ വാർത്ത ഇസ്രയേലിൽ നിന്ന് തന്നെയാണ്. അതായത് ഗസയുടെ നിയന്ത്രണം സ്വന്തമാക്കാനായി തീരുമാനിച്ചിരിക്കുന്ന ഇസ്രയേൽ, അതായത് അവരുടെ ഗസ പ്ലാൻ, അതിനെതിരെ ഇന്ന് ലോകത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ജർമ്മനി തുടങ്ങി ബ്രിട്ടൻ, ന്യൂസിലാൻഡ്, ഇറ്റലി, ഓസ്ട്രേലിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു നടപടി മനുഷ്യാവകാശ നിയമങ്ങൾക്ക് എതിരാണ് എന്നാണ് ഇത്തരം രാജ്യങ്ങൾ പറയുന്നത്. ഇസ്രയേലിന്റെ നടപടികൾ സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇവർ മാത്രമല്ല, നിരവധി രാജ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഗസയിലേക്ക് കടന്നു കയറാനായിട്ടുള്ള ഈ ഒരു നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരം രാജ്യങ്ങളുടെ ഒരു ഡീറ്റെയിൽ ലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും പേര് പറയാൻ നിന്നാൽ ഈ ഒരു വീഡിയോ നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് ഞാൻ താഴെ അത്തരം രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അത്ര വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്ന് ലോകത്ത് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള കാറ്റ്സ്. ഈ പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മന്ത്രിയാണ്. ഇയാൾ അറിയപ്പെടുന്നത് തന്നെ നെതന്യാഹുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഉറ്റ സുഹൃത്ത് എന്ന പേരിലാണ്. ഒരു വശത്ത് ഇസ്രയേൽ ഗസ പിടിച്ചടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഹമാസ് പറയുന്നത് ബന്ദികളെ സംബന്ധിക്കുന്ന ഒരു സമഗ്രമായിട്ടുള്ള കരാറിനും വെടിനിർത്തലിനും തങ്ങൾ തയ്യാറാണ് എന്നാണ് ഹമാസ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇസ്രയേലിന്റെ സൈനിക നീക്കം ഉണ്ടായാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇവിടെ ഹമാസ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് സംബന്ധിച്ച് അൽ ജസീറ എന്ന് പറയുന്ന മാധ്യമമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ട്, അമേരിക്കയ്ക്ക് ശേഷം ഇസ്രയേലിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന രാജ്യമായിട്ടുള്ള ജർമ്മനി, അവർ പറയുന്നത് ഗസയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സൈനിക ഉപകരണങ്ങൾ അയക്കുന്നത് അത് ഞങ്ങൾ നിർത്താൻ പോകുകയാണ് എന്നാണ് ജർമ്മനി പറയുന്നത്. ജർമ്മൻ ചാൻസലർ വെള്ളിയാഴ്ചയാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. അതായത് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെതന്യാഹു ഗസ പ്ലാൻ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ജർമ്മനി ഇത്തരം ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. ഇനി ജർമ്മനിയിലേക്ക് വരാം. ജർമ്മനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജർമ്മനി ഇസ്രയേലിന് 2023 ഒക്ടോബറിന് ശേഷം ഇസ്രയേലിലേക്ക് ഏകദേശം 485 മില്യൺ അത്രയും തുകയ്ക്കുള്ള ആയുധങ്ങളാണ് ഇസ്രയേലിലേക്ക് കയറ്റി അയച്ചത്. എന്നാൽ 2024 ആയതോടുകൂടി തന്നെ ഈ ഒരു കയറ്റുമതി അത് ജർമ്മനി കുറച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 2025 ജർമ്മനി പറയുന്നത് ഞങ്ങൾ ഇസ്രയേലിന് സൈനിക ഉപകരണങ്ങൾ നൽകുന്നത് വിലക്കുകയാണ് എന്ന്. എന്നാൽ ജർമ്മനിയുടെ ഇത്തരം ഒരു നീക്കത്തെ ലോകരാജ്യങ്ങൾ അഭിനന്ദിക്കുകയാണ് ഉണ്ടായത്. ഫ്രാൻസും സ്പെയിനും അതുപോലെ തന്നെ അയർലൻഡും ജർമ്മനിയുടെ ഇത്തരം ഒരു തീരുമാനത്തെ മനുഷ്യത്വപരമായിട്ടുള്ള തീരുമാനം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇസ്രയേലിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ജർമ്മനിക്കെതിരെയാണ് ആ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഇത്തരം ഒരു തീരുമാനം ഹമാസിന് ധൈര്യം നൽകുന്നതാണ്. ഇത് ഇസ്രയേലിന്റെ സുരക്ഷയെയും ബാധിക്കുമെന്നാണ് ഇവിടെ ഇസ്രയേൽ പറയുന്നത്. ചില ഇസ്രയേൽ അനുകൂല ലോബികൾ പറയുന്നത് ജർമ്മൻ ഇസ്രയേൽ സൗഹൃദത്തിന് ഇതൊരു വിള്ളൽ വീഴ്ത്തുമെന്നാണ് ചില ഇസ്രയേൽ അനുകൂല ലോബികൾ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതിനിടെ ഇസ്രയേൽ UK, അതായത് ബ്രിട്ടൻ, ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമുക്കറിയാം, കുറച്ചു നാൾക്ക് മുമ്പാണ് ബ്രിട്ടൻ പറഞ്ഞത് പാലസ്തീനെ ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കുമെന്ന്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ഒരു മുന്നറിയിപ്പുമായിട്ട്, അതായത് ബ്രിട്ടൻ ഒരു മുന്നറിയിപ്പുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് UK-യുമായിട്ടുള്ള സെക്യൂരിറ്റി ടൈസ് ഞങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ ബ്രിട്ടനോട് പറയുന്നത്. വർഷങ്ങളായിട്ട് തന്നെ ഇസ്രയേലും അതുപോലെ തന്നെ ബ്രിട്ടനുമായിട്ട് നല്ല രീതിയിലുള്ളൊരു ബന്ധമാണ് ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. ഇത്രയും നല്ല ബന്ധം നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് പാലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിച്ച ഈ ഒരു നടപടി ഇസ്രയേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു നടപടിയാണ്. ഇതാണ് ഇപ്പോൾ ഇസ്രയേൽ ബ്രിട്ടൻ ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകാനായിട്ടുള്ള പ്രധാന കാരണം. അതിനിടെ ഇസ്രയേലി പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിന് സമീപം ഇസ്രയേലികൾ തന്നെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് ഈ ഒരു ഓഫീസിന് മുന്നിൽ വെച്ച് നടത്തിയത്. പ്രതിഷേധക്കാരുടെ ആവശ്യം ഒന്ന് തന്നെയാണ്, അതായത് യുദ്ധം അത് അവസാനിപ്പിക്കുക. അവിടെയുള്ള റോഡുകൾ അത് കയ്യേറിക്കൊണ്ടാണ് ഇത്തരം ഒരു പ്രൊട്ടസ്റ്റ് അവിടെ നടന്നിരിക്കുന്നത്.
അതിനിടെ പ്രതിഷേധക്കാരും അവിടെയുള്ള പോലീസും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതൽ പേരും തങ്ങൾക്കിനിയും വിട്ടുകിട്ടാനുള്ള, അതായത് ഹമാസിന്റെ പക്കലുള്ള ബന്ദികളുടെ ഫോട്ടോ, ഇനി വിട്ടുകിട്ടാനായിട്ടുള്ള ബന്ദികളുടെ ഫോട്ടോയുമായിട്ടാണ് പ്രകടനം നടത്തിയത്. അവർ പറയുന്നത് യുദ്ധത്തിന് പോകാതെ തടവുകാരെ മോചിപ്പിക്കണമെന്നാണ് ഇവർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്.